ആ ഇരിക്കൂ ഇരിക്കൂ. ആ എവിടെന്നാ വരുന്നേ? വീട്ടിൽ നിന്നോ? ആ ബാക്കിയുള്ളവർ പിന്നെ കാട്ടിൽ നിന്നാണല്ലോ വരുന്നത്. നല്ല ചേട്ടാ, എൻ്റെ സ്ഥലത്തിൻ്റെ പേരാ വീട്ടിൽ നിന്ന്. എന്താ പ്രശ്നം? എനിക്ക് ഒന്ന് വയറിളാണോ? ഏ വയറിളകാനോ? ഇവിടെ വയറിളകാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. അല്ല ആയുർവേദ ഹോസ്പിറ്റലിലോ അല്ല മെഡിക്കലിലോ പോയിട്ട് കുറച്ച് മരുന്ന് മേടിച്ച് കഴിച്ച് ശരിയാവും. വയറ്റിൽ നിന്ന് ഗുമാ പറഞ്ഞ് പോകും. അയ്യോ വയറിളക്കാനല്ല, സോഷ്യൽ മീഡിയയിൽ വൈറലാവണം. ഓ സോഷ്യൽ മീഡിയയിൽ വൈറലാവാനോ? ശരി, തൻ്റെ പേര് പറയാ. എൻ്റെ പേരാ രമേഷ്. രമേഷ്. നക്ഷത്രം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിയ നക്ഷത്രം. തൻ്റെ പാർട്ടി ഏതല്ലോ ചോദിച്ചത്? തൻ്റെ നാള് നക്ഷത്രം പാർട്ടിയല്ലേ? നാളോ? ചോദി. ആ പറ. ചോദി ഏട്ടാ. പറയണോ? ചോദി പറയാൻ. ഏട്ടൻ്റെ നക്ഷത്രം പറഞ്ഞു ചോദി. ഓ ചോദി നക്ഷത്രം, അങ്ങനെ തെളിച്ച് പറയണ്ടേ? ചേട്ടാ ഒരു സംശയം, എന്താ ഈ പുളിങ്കുരു വെച്ചിരിക്കുന്നത്? ചേട്ടൻ്റെ കബഡി എവിടെ? ഇത് പുളിങ്കുരു. ഇവിടെ പഴയ പോലെ ഈ പണിക്കന്മാരുടെ അധികം ആൾക്കാർ ഇപ്പോൾ വരുന്നില്ല. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടമല്ലേ. അപ്പൊ എൻ്റെ കബഡി ഞാൻ ഈ ഷൂട്ടിങ്ങുകാർക്ക് റെന്റിന് കൊടുത്തിരിക്കുന്നു. തൽക്കാലം ഈ പുളിങ്കുരു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത്. എനിക്ക് കാര്യം നടന്നാൽ പോരെ? എനിക്ക് കാര്യം അറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. പുളിങ്കുരു എന്ത് വെച്ചിട്ടാണ് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാറിയിരിക്കുക. ഓ രമേഷ് നാമജവായം ചോദ്യ നക്ഷത്രായ ബിന്ദു പ്രപത്യാത. ഓ ഡിങ്കിരി 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 പട്ടാളം ഡുമിക്ക് 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 പട്ടാളം. കുമരിപ്പെണ്ണിൽ ഡുമുക്ക് വെച്ച കുമരി പട്ടാളം. ഈ പാട്ട് ഞാൻ എവിടെ കേട്ടില്ല. ഡിങ്കിരി 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 പട്ടാളം. പ്രശ്നമാണോ? മീനം കർക്കടക രാശി മിഥുനം പ്രധ്യാനധ ദിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വൈറലായി നിൽക്കണമെങ്കിൽ, അതായത് വിവരമില്ലായ്മ അത് തനിക്കുണ്ടോ? ബുദ്ധിയില്ലായ്മ, പൊട്ടത്തരം, മണ്ടത്തരം, മറ്റുള്ളവർ തെറി വിളിക്കുക, ആഭാസം പറയുക, മണ്ടത്തരം, വിഡ്ഢിത്തം, വൃത്തികേട് പറയണം, തെറി പറയണം, എന്തായാലും കുഴപ്പമില്ല, വൈറലായാൽ മതി. വൃത്തികെട്ട കാര്യങ്ങൾ കാണിക്കുക, അതൊക്കെ ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ സോഷ്യൽ മീഡിയ ഈ ഒരു കാലഘട്ടത്തിൽ വൈറലായി നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രസിദ്ധമായി വൈറലായിപ്പോൾ ഒരു പയ്യനുണ്ട്, നമ്മുടെ ഫുക്രു. ആരാ? ഫുക്രു. അറിയാം. ഫുക്രുവിനറിയില്ലേ? കൂത്തുമ്പി കുറുള്ള മമ്മി അയ്യോ പടച്ചോന. അവനെങ്ങനെ വൈറലായത്? ഇവിടെ വന്ന് ഞാനാണ് അവൻ ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തത്. വെറുതെ കളിച്ചു നടന്ന ചെക്കനാ. അവൻ ബിഗ് ബോക്സിൽ വരെ എത്തി. ഇപ്പൊ നമ്മളുടെ ഒരു ഐഡിയയാണ് ആ പൂത്തുമ്പി കുറുള്ള മമ്മി. അതായത് ചേട്ടൻ്റെ കൂടെ വന്നിട്ടാണോ? ചേട്ടനാണ് ഐഡിയ പറഞ്ഞു കൊടുത്ത്. ഗംഭീരം. അതേപോലെ എന്തെങ്കിലും പറഞ്ഞു വിവരമില്ലായ്മ, പൊട്ടത്തരം. പിന്നെ ഈ പന്നീനെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പന്നീനെ തൊടയില്ലേ, അമ്മാതിരി ഡാൻസുകൾ കളിക്കുക സോഷ്യൽ മീഡിയയിൽ. മണ്ടത്തരം ഇഷ്ടം പോലെ വിളമ്പുക. ഇത് 2-3 കേസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ആ കൊമ്പം മീശ വെച്ച ചെക്കനില്ലേ, അവനെ കുറച്ച് കേസുണ്ട്. എന്നിട്ട് അവൻ എത്ര ആരാധകര്. ഇതൊക്കെ വേണമെങ്കിൽ മണ്ടത്തരം വിവരം ഇതൊക്കെ ഉണ്ടാവണം. അതിനെ പ്രതിവിധി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരുടെയും കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് അവരെ തെറി വിളിക്കുക, അനാവശ്യമായിട്ട് തെറി വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ പ്രസിദ്ധമായ സിനിമ ആർട്ടിസ്റ്റുകൾ അതിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ പറയുക, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ സോഷ്യൽ പെട്ടെന്ന് വൈറലാകാൻ പറ്റും. പിന്നെ പല തിയേറ്ററിന് മുമ്പിൽ റിവ്യൂ പറഞ്ഞ് തലകുത്തി പറയുക, കുരങ്ങ് കാണിക്കുന്ന പോലെ കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ലോകപ്രസിദ്ധമായ ആളുകാരുടെ കമൻറ്റ് ബോക്സിൽ കയറി അവർ തെറി പറയണം. വിഡ്ഢിത്തങ്ങൾ പറയാം, മണ്ടത്തരങ്ങൾ പറയാം.
കോമാളിത്തരങ്ങൾ. ആ തിയേറ്ററിന് മുമ്പിലൊക്കെ റിവ്യൂ ചെയ്ത് കുരങ്ങ് കാണിക്കുന്ന പോലെ കുറെ ആൾക്കാർ കാണിക്കുന്നുണ്ട്. അതുപോലെ കാണിച്ചാൽ മതി അല്ലേ? ഇത് ചെയ്താൽ മതി കേട്ടോ. അമ്പലത്തിലൊന്നും പോകണ്ട, ഇത് ചെയ്താൽ മതി. ദക്ഷിണ വെച്ച് വെക്കോളൂ. വലിയ ഉപകാരം ചേട്ടാ, വലിയ ഉപകാരം. പ്ലീസ്. ആ ഉണ്ടാക്കിയ ഉണ്ടാക്കുന്നുണ്ട്. ശരി, ശരിയാവും. ആ ആ ശരി ശരി. ആ എന്താ ചെയ്യാ, ഇങ്ങനെയും കുറെ ആൾക്കാർ അല്ലേ?